ഈ വെക്കേഷനിൽ ഇംഗ്ലീഷിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 20 ഡേയ്സിൻ്റെ ഡേ 1 ഡേ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണുക കേട്ടോ. ഇത് ഡേ 3 ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനമായി എത്ര ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആര് അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയ ചെറിയ ചില വാക്കുകൾ, നിങ്ങൾക്കറിയാം, ഞാൻ എന്നതിന് ഐ, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നതിന് വി, നീ എന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ, താങ്കൾ എന്നൊക്കെ പറയുന്നതിന് യു ആണ്. അതുപോലെ അവൻ, അവൾ, അയാൾ, അദ്ദേഹം എന്ന് പറയാൻ ഹി. അതുപോലെ അവൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ. അത്, ഇത് എന്നൊക്കെ പറയാൻ ഇറ്റ്. അവർ എന്നതിന് ദേ. ഐയിൽ നിന്ന് തന്നെ നമുക്ക് മീ, മൈ, മൈൻ, അതായത് എന്നെ, എൻ്റെ, എൻ്റേത്. യുവിൽ നിന്ന് യുവർ, യുവേഴ്സ്, നിൻ്റേത്, നിങ്ങളുടേത് എന്ന അർത്ഥത്തിൽ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ അറിയാത്തവരതൊന്ന് എഴുതിയെടുത്തിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ വേർഡ്സുകൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളിലൂടെ അതെങ്ങനെ എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്കറിയാം, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും അറിയാം ഐ ലവ് യു എന്നാണ് പറയുന്നതെന്ന്, അല്ലേ? പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്നു, അതായത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത് ഐ ലവ് യു ആണെങ്കിൽ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് ആ നീ എന്നുള്ളത് ആ യു ആദ്യം എഴുതുന്നു, ഇല്ലേ? പിന്നെ എന്നെ എന്നുള്ളതിന് നമ്മൾ ഞാൻ എന്നുള്ള ഐ അല്ല അവിടെ ഉപയോഗിക്കുന്നത്, മറിച്ച് മീ എന്ന് ഉപയോഗിക്കുന്നു. അതായത് യു ലവ് മീ. ഇവിടെ രണ്ടിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അവിടെ നമ്മൾ ഐ യു ലവ് എന്നല്ല എഴുതിയത്, മറിച്ച് ഐ കഴിഞ്ഞിട്ട് അടുത്ത സ്നേഹിക്കുന്നു എന്ന വാക്കാണ് ആദ്യം എഴുതിയത്, അല്ലേ? അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ എന്നുള്ള രീതിയിലാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ആദ്യം ആരെ പറ്റിയാണോ പറയുന്നത് അതും, രണ്ടാമതായിട്ട് എന്താണ് അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് എഴുതുക, മൂന്നാമതായിട്ടാണ് പിന്നീട് ആരെ പറ്റിയാണെന്നുള്ളത്. അതായത് നമ്മൾ ആദ്യം ആ ചെയ്യുന്ന ആളെ പറ്റി പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്നത് പ്രവൃത്തിയാണ്. അവൻ സ്കൂളിൽ പോകുന്നു എന്നുള്ളതിന് അവൻ പോകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, എഴുതുന്നത്, അല്ലേ? അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നുള്ളതിന് അവൾ പഠിക്കുന്നു ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ ഇംഗ്ലീഷിൻ്റെ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ മനസ്സിലാക്കിയാൽ പകുതി പ്രശ്നം അവിടെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, നമ്മൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ആരെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് എന്ത് പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ തൊട്ടടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റൻസ് ഓക്കെ ആയി. ബാക്കി പിന്നെ എഴുതിയാൽ മതി. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ? അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടിപ്സുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനാകും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ. ഗ്രൂപ്പുകളിൽ കൂടി അല്ലാതെ ഒറ്റയ്ക്ക് തന്നെ നിങ്ങളെക്കൊണ്ട് സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുവാനും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറിലൂടെ അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേക ടിപ്സുകൾ തന്ന് പരിശീലിപ്പിച്ചുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പരിശീലനം നൽകുന്ന പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനും, ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഈ സ്പീക്കിംഗ് പ്രാക്ടീസ് കമൻറ്റുകളായി ടൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ ശരി ഉത്തരങ്ങളും അതുപോലെ തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരുന്നതുമായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ വേണ്ടവരും ആ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ശ്രമിക്കാം. അപ്പോൾ നോക്കൂ, അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പോകുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ പോകാറുണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പം ഞാൻ അമ്മയെ സഹായിക്കുന്നു എന്ന് പറയുന്നു. അമ്മയെ സഹായിക്കുന്നു എന്നതിന് സഹായിക്കാറുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ആ ഹെൽപ്പ് എന്നല്ലേ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആ വെർബ് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഞാൻ സഹായിക്കുന്നു എന്നെഴുതുമ്പം ഐ ഹെൽപ്പ് എൻ്റെ അമ്മയെ, മൈ മദർ. ഓക്കെ? ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കാറുണ്ട് എന്ന് പറയുമ്പോഴും ഐ ഹെൽപ്പ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഐ ഹെൽപ്പ് മൈ മദർ. എന്നാൽ നീ സ്കൂളിൽ പോകാറുണ്ട് എന്ന് പറയുമ്പം യു
ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക്. ആ ടു ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെയൊക്കെ തൊട്ടടുത്ത് വരുന്നുണ്ട് ആ ക്ലാസ്സുകൾ. ടു ഇൻ ഓണൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നീ സ്കൂളിൽ പോകാറുണ്ട് എന്നത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും യു ഗോ ടു സ്കൂൾ. നീ സ്കൂളിൽ പോകാറുണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ട് എന്ന് മാറ്റി പോകുന്നു എന്ന് പറഞ്ഞാലും എന്താണ്, യു ഗോ ടു സ്കൂൾ തന്നെ. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐ, യു, ദേ, വി പോലെയുള്ള എന്താണ് സബ്ജക്റ്റുകളുടെ കൂടെ അല്ലെങ്കിൽ ആ പേരുകൾ അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന സബ്ജക്റ്റുകളുണ്ടല്ലോ, അതിന് സബ്ജക്റ്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൻ്റെ കൂടെ പോകുന്നു, പോകാറുണ്ട്, പോകുന്നുണ്ട്, അല്ലെങ്കിൽ സഹായിക്കുന്നു, സഹായിക്കാറുണ്ട്, സഹായിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ആ വെർബ് അതുപോലെ എഴുതുക. ഹെൽപ്പ് അല്ലെങ്കിൽ ഗോ എന്ന വെർബുകൾ അതുപോലെ എഴുതുക. ആ വെർബുകൾക്കൊരർത്ഥമുണ്ട്, നിങ്ങൾ താഴേക്ക് ശ്രദ്ധിക്കുക. ഹെൽപ്പ് എന്ന് വെച്ചാൽ ഡു പ്ലസ് ഹെൽപ്പ് എന്നാണ്. അതായത് ഞാൻ എപ്പോഴും പറയാവുന്ന പോലെ 5 എന്ന് പറഞ്ഞാൽ 0+5 അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ 0+1 എന്ന് പറയുന്ന പോലെ അവിടെ ഒരു ഓക്സിലറി വെർബ് ഒളിഞ്ഞു കിടപ്പുണ്ട്. സാധാരണയൊക്കെ നമുക്ക് ഒരു വെർബ് എടുത്താൽ അതിനകത്ത് എപ്പോഴും ഓക്സിലറി വെർബ്, അതായത് സഹായക ക്രിയകൾ ഇപ്പം നമ്മൾ മലയാളത്തിലും പോകുന്നു എന്ന് പറയുമ്പോൾ ഒരർത്ഥം, പോയി അതായത് യാ ഇട്ട് വള്ളിയിട്ട് പോയി എന്ന് പറയുമ്പോൾ ഒരർത്ഥം, പോകും കും എന്ന് പറയുമ്പോൾ ഒരർത്ഥം ഇല്ലേ. അതുപോലെ ഇംഗ്ലീഷിലും പല പല ഇവിടെ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചില വാക്കുകൾ, കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഉപയോഗിക്കുക, അതിനാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഡു പ്ലസ് ഹെൽപ്പ് എന്നാണ്. അപ്പം ഐ, യു, വി, ദേ പോലെയുള്ള വാക്കുകൾ വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ രീതിയിലുള്ള അർത്ഥത്തിൽ, അതായത് ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്ന് പറയുന്നില്ലേ, അതായത് അന്നേരം ആ സെക്കൻഡിലുള്ളതാണ്, അതിൻ്റെ കൂടെ നമ്മൾ ഡു വെർബാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതേ രീതിയിൽ ഒരാൾ മാത്രം, അതായത് ഐ, യു ഒരാളായിരിക്കാം, പക്ഷേ ഐയും യു എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ബഹുവചനം പ്ലൂറൽ എന്നുള്ള രീതിയിലാണ്. യു ഒരാളാണെങ്കിലും കുറേ പേരുണ്ടെങ്കിലും നമ്മൾ നിങ്ങളെന്ന് തന്നെയല്ലേ പറയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ. ഐയും അതേ രീതിയിൽ തന്നെ. ഓക്കെ. എന്നാൽ ഹീ, ഷീ, ഇറ്റ് പോലെ അല്ലെങ്കിൽ കൗ, ക്യാറ്റ് പോലെയുള്ള ഒരാൾ മാത്രം ഉള്ളത് വരുമ്പം ഈ ഡൂവിന് പകരം നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് ഡസ് ആണ്. അതായത് ഓരോ വെർബിൻ്റെയും കൂടെ എസ് അങ്ങ് ചേർക്കുക. അതായത് അവൻ അമ്മയെ സഹായിക്കാറുണ്ട് എന്ന് പറയുമ്പം ഹീ, അവൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ മൈ മദർ. ഹീ അതിനിടയ്ക്ക് എന്ത് ചേർക്കണം, ഹെൽപ്സ് എന്ന് ചേർക്കണം. അതായത് ഡു ഹെൽപ്പിലേക്ക് ആഡ് ചെയ്യുമ്പം ഒന്നും കാണുന്നില്ല, പക്ഷേ ഡസ് ഹെൽപ്പിലേക്ക് ആഡ് ചെയ്യുമ്പം ഹെൽപ്സ് എന്ന് വരും. അപ്പം ഹി ഹെൽപ്സ് അവൻ്റെ അമ്മയെ, ഹിസ് മദർ. ഹി ഹെൽപ്സ് ഹിസ് മദർ. അവളുടെ അമ്മയെ സഹായിക്കാറുണ്ട്. ഷീ ഹെൽപ്സ് ഹെർ മദർ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഹി, ഹിം, ഹിസ് ഒക്കെ പറഞ്ഞപ്പം ഹെർ മദർ. ഷീ ഹെൽപ്സ് ഹെർ മദർ. അവളുടെ അമ്മയെ സഹായിക്കാറുണ്ട്. ഓക്കെ. അപ്പം ഈ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് പ്ലൂറൽ, അതായത് കുറേ പേരുള്ളവർ വരുമ്പം ഡു വെർബ് ചേർക്കണം. ഒരാൾ മാത്രമാണെങ്കിൽ അവിടെ ഡസ് വെർബ് ചേർക്കണം. ഇപ്പം അവൻ സ്കൂളിൽ പോകാറുണ്ട്, ഇപ്പം ഹി ഗോസ് ടു സ്കൂൾ. ഹി ഗോസ് ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോകാറുണ്ട്. ഷീ ഗോസ് ടു സ്കൂൾ. കണ്ടോ, അവിടെ ഗോ ഒക്കെ എന്തായി, ഗോസായി മാറി. അപ്പോൾ ഗോ ഒരു ഭാഗത്ത് പ്ലൂറലിൻ്റെ കൂടെ, ഗോസ് മറ്റൊരു ഭാഗത്ത്, ഹെൽപ്പ് ഒരു ഭാഗത്ത് പ്ലൂറലിൻ്റെ കൂടെ, ഹെൽപ്സ് മറ്റൊരു ഭാഗത്ത്. ഓക്കെ. അതുപോലെ തന്നെ ഓരോ സ്റ്റഡി, അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഐ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പോൾ സ്റ്റഡി ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് സ്റ്റഡീസ്. അപ്പോൾ ഡസ് വരുമ്പം ചിലപ്പോൾ എസ് ആകാം, ഇ എസ് ആകാം, ഐ എസ് ആകാം, വെർബിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെ അന്നേരം നടക്കുന്ന കാര്യങ്ങൾ പറയാൻ ഡു ഡസ് വെർബാണ് ചേർക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ എന്നാൽ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് വരുമ്പം ഡൂവിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഡസിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യും. ഞാൻ സ്കൂളിൽ പോകാറില്ല. ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ. ഇപ്പോഴത്തെ അവൻ സ്കൂളിൽ പോകാറില്ലെന്നാണെങ്കിൽ ഹി ഡസ് നോട്ട് ഗോ ടു സ്കൂൾ. ഇതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊരു കാര്യം പ്രധാനമായി പറഞ്ഞിരുന്നു. അതായത് ഒരു സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ആദ്യം വരുമ്പം അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പം നീ സ്കൂളിൽ പോകാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഡു യു ഗോ ടു സ്കൂൾ, ആ ഗോയിൽ ഡു ഉണ്ടല്ലോ, അവിടെ ആ ഡു ഇങ്ങ് ആദ്യം എഴുതും. എന്നിട്ട് ഡു യു ഗോ ടു സ്കൂൾ, നീ സ്കൂളിൽ പോകാറുണ്ടോ. അപ്പോൾ ഇപ്പുറത്തെ ഹീ ആണെങ്കിൽ എന്ത് വരും, ഡസ് ഹീ ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകാറുണ്ടോ. അപ്പോൾ ഇവിടെ നീ സ്കൂളിൽ പോകാറില്ലേന്നാണെങ്കിൽ ഡു നോട്ട് ആദ്യം എഴുതണം. ഡു നോട്ട് യു ഗോ ടു സ്കൂൾ. ഇപ്പുറത്ത് അവൻ സ്കൂളിൽ പോകാറില്ലേ എന്നാണെങ്കിൽ ഡസിൻറ്റ് ഹി ഗോ ടു സ്കൂൾ.
എന്നാണെങ്കിൽ എവറി ഡേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ഡൂഡസ് ഉപയോഗിക്കാം. ഇതാണ് ശരിക്കും സിമ്പിൾ പ്രസൻറ്റ്. ഇപ്പം സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് എന്നതാണ് എന്തിൻ്റെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ രൂപം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെൻസുകളും പഠിക്കാം, ഒപ്പം സ്പോക്കൺ ഇംഗ്ലീഷും പഠിക്കാം. അപ്പം താല്പര്യമുള്ളവർ എൻ്റെ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ഈ സ്പീക്കിംഗ് പ്രാക്ടീസൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവൾ ഫുട്ബോൾ കളിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ ഫുട്ബോൾ കളിക്കാറുണ്ടോ. തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ അവൾക്ക് ഇംഗ്ലീഷ് അറിയാം. നോയാണ് KNOW. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ സ്പീക്കിംഗ് പ്രാക്ടീസായിട്ട് ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകളുള്ള കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.